നമസ്കാരം. മലയാള സാഹിത്യ ലോകത്തെ സൗമ്യ സാന്നിധ്യമാണ് MK സാനു എന്ന സാനു മാഷ്. അരനൂറ്റാണ്ടിലേറെ കാലമായി മികച്ച അധ്യാപകനായും എഴുത്തുകാരനായും പ്രാസംഗികനായും ഈ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വം. സാഹിത്യം ജീവിതത്തിൽ നിന്നും വേറിട്ടതല്ലെന്ന് സാനു മാഷ് നമുക്ക് പഠിപ്പിച്ചു തന്നു. മലയാളത്തിലെ മികച്ച ജീവചരിത്ര ഗ്രന്ഥങ്ങളായ നാരായണ ഗുരുസ്വാമി, സഹോദരൻ K അയ്യപ്പൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, കുമാരനാശാൻ, ഏകാന്തവീതിയിലെ അവധൂതൻ, വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങിയവ സാനു മാഷിൻ്റെ തൂലിക തുമ്പിൽ നിന്നും പിറവിയെടുത്തു. സാഹിത്യരംഗത്തെ സംഭാവനയ്ക്കായി വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവയും സാനു മാഷെ തേടിയെത്തി. 1928 ഒക്ടോബർ 27 ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിലെ മംഗലത്ത് വീട്ടിൽ അച്ഛൻ MC കേശവൻ്റെയും അമ്മ KP ഭവാനിയുടെയും മകനായി ജനനം. അധ്യാപകൻ, വാഗ്മി, എഴുത്തുകാരൻ, ചിന്തകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. ഭാര്യ രത്നമ്മ. 1983 പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ്, കേരള സർവകലാശാലയിലെ ശ്രീനാരായണ സ്റ്റഡി സെൻറ്റർ ഡയറക്ടർ, വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ്. അഭിപ്രായ പ്രകടനങ്ങളിൽ ആർജവവും ഊർജ്ജസ്വലതയും പ്രകടിപ്പിച്ച ഒരു പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമ. നിരൂപണത്തിലും ജീവചരിത്ര രചനയിലും ഒരേപോലെ മികവ് പ്രകടിപ്പിച്ച സാനു മാഷ് പാശ്ചാത്യ പൗരസ്ത്യ മീമാംസകളിലെ അവഗാഹത്തെ മൗലികമായ സ്വതന്ത്ര ബുദ്ധി കൊണ്ട് വിളക്കിയെടുത്തവയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. 1958 5 ശാസ്ത്രനായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. 1960 വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി. വിമർശനം, വ്യാഖ്യാനം, ബാലസാഹിത്യം, ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി 40ലധികം കൃതികളുടെ കർത്താവാണ് MK സാനു എന്ന സാനു മാഷ്. കർമ്മഗതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര്. ശ്രീനാരായണ ഗുരു, പ്രഭാത ദർശനം, സഹോദരൻ അയ്യപ്പൻ, M ഗോവിന്ദൻ, അശാന്തിയിൽ നിന്നും ശാന്തിയിലേക്ക്, ആശാൻ പഠനത്തിന് ഒരു മുഖവുര, മൃത്യുഞ്ജയം കാവ്യജീവിതം, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, യുക്തിവാദി MC ജോസഫ്, ബഷീർ, ഏകാന്തവീതിയിലെ അവധൂതൻ, അസ്തമിക്കാത്ത വെളിച്ചം, ഉറങ്ങാത്ത മനീഷി തുടങ്ങിയവയാണ് പ്രധാന രചനകൾ. 1985 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 1987 എറണാകുളം നിയമസഭാ മണ്ഡലം MLA, 1992 വയലാർ അവാർഡ്, 2002 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 2010 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം, 2011 പത്മപ്രഭ പുരസ്കാരം, NK ശേഖർ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 2013 എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 98-ാം വയസ്സിലും വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് സജീവമായ, സൗമ്യപ്രകൃതനായ, നാട്യങ്ങളില്ലാത്ത കർമ്മസ്നേഹിയായ സാനു മാഷ് 1925 ഓഗസ്റ്റ് 2 അക്ഷരങ്ങളുടെ സ്നേഹഭാജനം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു.